ഹായ് ഓൾ, എല്ലാവർക്കും വിങ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഓണം എക്സാമിന് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ജയിക്കാനുള്ള മാർക്ക് തരാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇതിന് മുമ്പ് കുറച്ച് ലൈവ് ബാക്കി ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ ഇന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കൂടി ഒരു മിച്ചാക്കിയിട്ട് നമ്മളിപ്പോൾ ഒരു 4 ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻസ്, നമ്മളിപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 3 ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ശരിക്കും 4 ചാപ്റ്റർ എന്നുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ജയിക്കാനേക്കാളും ഒരു 24 മാർക്ക് കിട്ടിയാൽ നിങ്ങൾ ജയിക്കും. പക്ഷെ ഒരു 30 മാർക്ക് അല്ലെങ്കിൽ ഒരു 40 മാർക്കിന് എടുത്തെത്താനുള്ള മാർക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒന്ന് കിട്ടും കേട്ടാ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് വളരെ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എന്തായാലും പഠിക്കണം. ഇത് പഠിച്ചു കഴിഞ്ഞിട്ടാണ് മെയിൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ബാക്കി പഠിക്കേണ്ടത്. അപ്പോൾ ഈ വീഡിയോ എന്തായാലും ജയിക്കില്ല എന്നൊക്കെ ഉള്ള കൂട്ടുകാരുണ്ടാവും കുറേ കുട്ടികൾ. അപ്പോൾ അവരെന്തായാലും ഇത് ഇരുന്ന് കാണണം, ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. എന്തായാലും നോക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് ആയിരുന്നു. അതിൻ്റെ അന്ന് ആകെ 2-3 ക്വസ്റ്റ്യൻസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, ചെറിയ വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കി എന്താണ് പറഞ്ഞിട്ടുള്ളത്. 1, 4, 7, 10 ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ ദേ കൺസിഡർ ദി അരിത്തമെറ്റിക് സീക്വൻസ് 1, 4, 7, 10. ഓക്കെ, ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റത്തെ ചോദ്യം നോക്കി എന്താണ്. വാട്ട് ഈസ് ദി കോമൺ ഡിഫറൻസ്. സിമ്പിൾ ആയിട്ട് എഴുതാം അല്ലെ. ഇതിനകത്ത് കോമൺ ഡിഫറൻസ് എഴുതാൻ ഡി ഈക്വൽ ടു എത്രയാണ്. 4 മുന്നിലുള്ള തൊട്ട് പുറകിൽ ഓർക്കണം, അറിയാത്തവരൊന്നുമില്ല. ഓക്കെ, 4 1 കുറച്ചു എത്രയാണ്. 4 - 1 എത്ര കിട്ടി. 3. ഓക്കെ ആണല്ലോ, എല്ലാവർക്കും അറിയാം അല്ലെ. അരിത്തമെറ്റിക് സീക്വൻസ് ഉള്ള ചാപ്റ്ററിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ളത് അറിയാം, മറന്നിട്ടില്ലെന്ന് വിചാരിക്കുന്നു, കുറച്ച് എഴുതി. ഓക്കെ, അടുത്ത രണ്ടാം ചോദ്യം നോക്കാം. എന്താണ്. ബീജഗണിത രൂപം എഴുതുക. റൈറ്റ് ദി ആൾജിബ്രൈക് ഫോം ഓഫ് ദി സീക്വൻസ്. ഈ സീക്വൻസിന്റെ ആൾജിബ്രൈക് ഫോം എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ എങ്ങനെയാണ് ആൾജിബ്രൈക് ഫോം എഴുതാൻ, എന്താണ് ഇക്വേഷൻ ഓർമ്മയുണ്ടോ നോക്കി. ആൾജിബ്രൈക് ഫോം എഴുതാനുള്ള ഇക്വേഷൻ ആണ് xn = dn + f - t അല്ലെ. ആൾജിബ്രൈക് ഫോം എഴുതാനുള്ള ഇക്വേഷൻ ആണത്, dn + f - t. ഓക്കെ, അപ്പൊ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നോക്കാം നമുക്ക് എന്തൊക്കെ അറിയാം നോക്കി. എഫ് അറിയാം, ഫസ്റ്റ് ടേം അറിയണ സാധനങ്ങൾ എടുത്ത് എഴുതിയേക്കാടാ. ഫസ്റ്റ് ടേം 1 ആണ്. നമ്മുടെ സീക്വൻസ് ഒന്നും ഇവിടെ എടുത്ത് എഴുതാം. അപ്പൊ മാറിപ്പോ നിങ്ങൾ പേജ് മറിക്കുമ്പോ നിങ്ങൾക്ക് ഇതുപോലെ തെറ്റാൻ നല്ല ചാൻസ് ഉണ്ട്. 1 4 7 10 അല്ലെ. 1 4 7 10. ഓക്കെ ആണല്ലോ. അപ്പൊ ഫസ്റ്റ് ടൈം എന്താണ്. ഫസ്റ്റ് ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ F1 ആണ്. ഡി എത്രയാണ്. ഡി 3 ആണ് അല്ലെ. വ്യത്യാസം നമ്മൾ നോക്കിയതാണ്, 3 ആണ് വ്യത്യാസം കിട്ടിയത്. ഓക്കെ, അപ്പോ എന്ത് ചെയ്യും. ഫസ്റ്റ് തന്നെ xn = dn. ഡി എന്താണ്. ഡി 3 കൊടുത്തു. എന്നോ ആൾജിബ്രൈക് ഫോം എഴുതുമ്പോൾ n അതുപോലെ തന്നെ എഴുതണം അല്ലെ. നമ്മൾ പഠിച്ചിരുന്ന കാര്യമാണ്. ആൾജിബ്രൈക് ഫോം എഴുതുമ്പോൾ ഇക്വേഷൻ ഇതാണ്. എന്നിന് എന്താണ് കൊടുക്കേണ്ടത്. n അതുപോലെ തന്നെ എഴുതും. പ്ലസ് എഫ് എത്രയാണ്. 1 മൈനസ് ഡി എത്രയാണ്. 3. ഓക്കെ, തെറ്റാതെ കൊടുക്കാം കേട്ടോ. അപ്പൊ xn = 3n + 1 3 കുറച്ചാൽ തെറ്റിക്കരുത്. 1 ചെറിയ സംഖ്യ ഏതാണ്, വലിയ സംഖ്യ മൈനസ്. ഉത്തരം നെഗറ്റീവ് ആയിരിക്കും, -2. അതായത് xn = 3n - 2 ആണ് നമ്മുടെ എന്ത് ആൾജിബ്രൈക് ഫോം കിട്ടി. ഓക്കെ, അപ്പൊ ഇത് എഴുതാൻ എന്തായാലും പഠിച്ചിരിക്കണം. ഏതെങ്കിലും ഒരു സീക്വൻസ് എന്നിട്ട് ആൾജിബ്രൈക് ഫോം സാധാരണ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ. അപ്പൊ ആൾജിബ്രൈക് ഫോം എഴുതിയല്ലേ. ഇനി എന്താണ് സി ചോദ്യം നോക്കിയേ. സി ചോദ്യം എന്താണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ 10ാം പദം എത്ര. 10ാം പദം അതായത് നോക്കിയേ 10th ടേം ആണ് ചോദിച്ചിട്ടുള്ളത്. 10th ടേം. അപ്പൊ വേണമെങ്കിൽ ഞാൻ പറയാം 2 രീതി കണ്ടുപിടിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ എന്ത് ചെയ്യാം. x10 10th ടേം കണ്ടുപിടിക്കാൻ വേണമെങ്കിൽ ഈക്വേഷൻ dn + f - d കൊടുക്കാം. ഓക്കെ, അതിന് എന്ത് ചെയ്യാ. എന്നിന് പകരം എത്ര കൊടുക്കുക. എന്നിന് പകരം 10 കൊടുത്തിട്ടുണ്ടെങ്കിൽ 10th ടേം കിട്ടും. ഇത് ബാക്കിയുള്ള സാധനങ്ങൾ വരെ കൊടുത്താൽ കിട്ടും. അല്ലെങ്കിലോ ഇതിങ്ങനെ ഒരു സംഭവം കിടക്കുന്നുണ്ട്. ആൾജിബ്രൈക് ഫോം അല്ലേ കിട്ടിയിട്ടുള്ളത്. ആൾജിബ്രൈക് ഫോമിൽ എന്ത് ചെയ്യാ. എന്നോടത്ത് 1 കൊടുത്താൽ ഫസ്റ്റ് ടേം കിട്ടും. എന്നോടത്ത് 2 കൊടുത്താൽ സെക്കൻഡ് ടേം കിട്ടും. എന്നോടത്ത് 10 കൊടുത്താൽ 10th ടേം കിട്ടും. ഓക്കെ, മനസ്സിലായി വിചാരിക്കണം കേട്ടാ. എന്നോടത്ത് എന്ത് ചെയ്യാ. വില കൊടുക്കുക. ഓക്കെ, എത്ര കൊടുക്കുക. 10th ടൈം അല്ലേ വെച്ചിട്ടുള്ളത്. ഇത് ബി ക്വസ്റ്റ്യൻ ആണ്. സി ക്വസ്റ്റ്യൻ ആൻസർ ആണ് പറയണത്. എന്താണ്. n = 10 ആവുമ്പോൾ എന്താ നമുക്ക് കിട്ടാ. x10 ആ കിട്ടാ. അതായത് 10th ടൈം കേട്ടാ. 10ാം പദം കിട്ടാം. അതേ ആൾജിബ്രൈക് ഫോമിൽ കൊടുത്താൽ മതി. എന്തായി. 3 × 10 - 2. ഓക്കെ, അപ്പൊ നിങ്ങൾ എക്സാമിന് വരുമ്പോൾ ഒരു കാര്യം പറയട്ടെ. ആദ്യം കുറയ്ക്കാനൊന്നും നിൽക്കരുത്. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടേ അഡീഷണൽ സബ്ട്രാക്ഷൻ ചെയ്താൽ മതി. ഓക്കെ, ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 10 30. 30 - 2 എത്രയാണ് കിട്ടിയത്. 28 കിട്ടി കേട്ടാ. 10th ടൈം എത്ര കിട്ടി. 28. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കണം കേട്ടാ. മനസ്സിലായി നോക്കിയേ. എത്രയേ ഉള്ളൂ. ഓക്കെ, ആൾജിബ്രൈക് ഫോം കണ്ടുപിടിച്ച് 10th ടൈം കണ്ടുപിടിച്ച് സാധാരണ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഏറ്റവും ബേസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് എന്തായാലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും കേട്ടോ. അറിയാവുന്നവര് അടുത്ത ക്വസ്റ്റ്യൻസ് സ്കിപ്പ് അടിച്ച് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കി പോവാ. ഓക്കെ, അടുത്ത് നോക്കി എന്താണ്. ആദ്യത്തെ 10 പദങ്ങളുടെ തുക കാണുക. ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 10 ടൈംസ്. സാധാരണ ഒരു ചോദ്യമാണ്. സം കണ്ടുപിടിക്കാനുള്ള ചോദ്യമുണ്ട് ഈ ചോദ്യം. എന്താണ് സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് Sn = sum n. sum of n ടൈംസ് ആണ് S.
xn ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn. എടാ ഇക്വേഷൻ നോക്കിയാൽ മറക്കരുത്, ഇക്വേഷൻ ഒന്നും മറക്കരുത്. സമ്മാനുള്ള ഇക്വേഷൻ ആണ് n/2 ഇൻറ്റു x1 പ്ലസ് xn. ഓക്കെ ആണല്ലോ, ഏറ്റവും ബേസിക് ഇക്വേഷൻ ആണ്. അപ്പൊ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ അറിയാൻ നോക്കാം. n അറിയാം. എന്താണ് ചോദിച്ചിട്ടുള്ള ചോദ്യം നോക്കിയേ, ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് അല്ലേ, 10 ടേമുകളുടെ സം കണ്ടുപിടിക്കാനുള്ള. അപ്പൊ n എന്ന് വെച്ചാൽ എത്രയാണ്, നമ്പർ ഓഫ് ടേംസ് ആണ് n. അപ്പൊ n കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ചോദിച്ചിട്ടുണ്ടാവും 10 എണ്ണത്തിന് സമ്മാനം കണ്ടുപിടിക്കുന്നത്. x1 എന്ന് വെച്ചാൽ ഫസ്റ്റ് ടേം എത്രയാണ്, 1 ആണ് അല്ലേ, ഫസ്റ്റ് ടേം 1 ആണ്. xn എന്ന് വെച്ചാലോ, xn എന്ന് വെച്ചാൽ ലാസ്റ്റ് ടേം എന്ന് വെച്ചാൽ ഇപ്പൊ 10 ടേംസിന്റെ സം അല്ലേ കണ്ടുപിടിക്കേണ്ടത്, 10 എണ്ണം കൂട്ടിയാൽ എത്രയും, അതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 10ാമത്തെ ടേമാണ് xn, അതായത് 10ാമത്തെ ടേം നമ്മൾ ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. 10ാമത്തെ ടേം എത്രയാണ്, 28 അല്ലേ. അപ്പൊ 28 ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നോക്കാം എന്ത് വരും, സമ്മിന്റെ അത് കൊടുത്തപ്പോ xn ഈക്വൽ ടു n/2, അതായത് 10/2 ഇൻറ്റു x1 എത്രയാണ് 1 പ്ലസ് xn എത്രയാണ് 28. ഓക്കെ ആണല്ലോ, മനസ്സിലായിരിക്കും കേട്ടാ. അപ്പോ എന്ത് വരും, ഇനി 10/2 വേണമെങ്കിൽ ഇവിടെ തന്നെ വെട്ടാം. 10ന്റെ പകുതി 5 ഇൻറ്റു 29, 5 ഇൻറ്റു 29 കേട്ടാ. ഗുണിച്ച് നോക്കണം. 29 ഇൻറ്റു 5 നിങ്ങൾക്ക് ഗുണിക്കാനൊക്കെ നല്ല മടിയുണ്ടെന്ന് അറിയാം. അപ്പൊ അത് ചെയ്ത് തന്നെ നോക്കണം കേട്ടോ, നിങ്ങൾ തെറ്റിപ്പോ. ഞാൻ ഇവിടെ വരെ എഴുതിയിട്ട് തെറ്റുത്തരം എഴുതിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആൻസറിന് മാർക്ക് കുറയും കുറച്ച്. അപ്പൊ ഗുണിച്ച് നോക്കാം. 29 ഇൻറ്റു 5, 9 ഇൻറ്റു 5 45, 5 ബാക്കി 4, 5 ഇൻറ്റു 2 10, 4 14, 145 ആണ് ആൻസർ. 145. ഓക്കെ, സം ഓഫ് 10 ടേംസ് എത്ര കിട്ടി, 145. അപ്പൊ ഇതാണ് ഏറ്റവും ബേസിക്. ഇത് ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ടാവണം, നിർബന്ധമായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഇതിനകത്ത് വരുന്ന മാർക്കൊന്നും കളയരുത് കേട്ടോ. ഏറ്റവും സിമ്പിൾ ആണ്. ആൾജിബ്രായിക് ഫോം ചോദിക്കും, ഏതെങ്കിലും ടേം കാണാൻ ചോദിക്കും, പിന്നെ സം കാണാൻ ചോദിക്കും. ഓക്കെ, ഒരേ ടൈപ്പ് ചോദിക്കുന്ന തന്നെ കുറേ എണ്ണം ചോദിക്കും കേട്ടാ. ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നു കേട്ടാ. അപ്പൊ ഇനി നമുക്ക് അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ടൈപ്പ് എന്താണെന്നുള്ളത്, ആൾജിബ്രായിക് എക്സ്പ്രഷൻ ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. എന്താ പറഞ്ഞിട്ടുള്ളത്, സീക്വൻസ് എത്ര, അതെ 2n 3n + 2 ട്ടാ. ഇവിടെ പറഞ്ഞില്ല, ഇവിടെ നമുക്കൊന്ന് എഴുതാം. 3n + 2 ആണ് ആൾജിബ്രായിക് ഫോം വന്നിട്ടുണ്ട്. 3n + 2 ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, എന്താണ് ചോദ്യം, വാട്ട് ഈസ് ദി കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് എത്രയാണ് ചോദ്യമാണ്. ഒരു ആൾജിബ്രായിക് ഫോം കോമൺ ഡിഫറൻസ് എത്രയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാണ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക, ഞാനൊരു എളുപ്പവഴി പറഞ്ഞിട്ട്. എന്താണ് ഓർമ്മയുണ്ടെങ്കിൽ നാളെ എന്തായാലും, അല്ലെങ്കിൽ ഇനി വരുന്ന എക്സാമുകളിൽ എന്തായാലും എഴുതണം. എന്താണ് എഴുതാ, കോമൺ ഡിഫറൻസ്. അങ്ങനെ ആൾജിബ്രായിക് ഫോം വന്നിട്ട് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് വെച്ചാൽ n-ന്റെ, ഇതാണ് നമ്മുടെ ആൾജിബ്രായിക് ഫോം 3n + 2. ഓക്കെ, n-ന്റെ കൂടെയുള്ള സംഖ്യ ആയിരിക്കും, n-ന്റെ കൂടെയുള്ള സംഖ്യ ആയിരിക്കും എന്ത്, കോമൺ ഡിഫറൻസ് കേട്ടാ. ഓക്കെ, കോമൺ ഡിഫറൻസ് ചോദ്യത്തിലായില്ലേ, n-ന്റെ കൂടെയുള്ള സംഖ്യ ആയിരിക്കും കോമൺ ഡിഫറൻസ്. സാധാരണ ഒരു ആൾജിബ്രായിക് ഫോം ആണ്. കോമൺ ഡിഫറൻസ് എന്തായിരിക്കും, n-ന്റെ കൂടെയുള്ള സംഖ്യ ആയിരിക്കും. ഓക്കെ, എളുപ്പമുണ്ടാ. ഇനി പറയണ് എന്താണ്, 10ാം പദം കാണുക. സിമ്പിൾ അല്ലേ. 10ാം പദം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെടുക്കുക, n-ന് 1 കൊടുത്താൽ 1ാം പദമാണ് ചോദിച്ചതെന്ന് വിചാരിക്കും. ഫസ്റ്റ് ടൈമാണ് ചോദിച്ചതെന്ന് വിചാരിക്കും. ഫസ്റ്റ് ടൈം എങ്ങനെ കിട്ടും, n-ന് 1 കൊടുക്കാം. എന്താണ് കൊടുക്കേണ്ടത്, n-ഓടടുത്ത് 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ n ഈക്വൽ ടു 1 ആയിട്ടുണ്ടെങ്കിൽ എന്താ കിട്ടാ, ഫസ്റ്റ് ടൈം കിട്ടും അല്ലേ. നോക്കി 3 ഇൻറ്റു 1 + 2, അതായത് 3 + 2 എത്രയാണ് 5. 3 + 2 5. അപ്പൊ n-ഓടടുത്ത് 10 കൊടുത്താലോ 10ാം പദം കിട്ടും. ഓക്കെ, n-ഓടടുത്ത് 10 കൊടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും, 10th ടൈം കിട്ടും. ഓക്കെ ആണല്ലോ. ചോദ്യം എന്താണ്, ഫൈൻഡ് ദ 10th ടൈം എന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. ആൾജിബ്രായിക് ഫോം ഉണ്ട് എടാ. ഈ ചോദ്യം ഇവിടെ കംപ്ലീറ്റ് അല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ 3n + 2 ആണ്. അതിനകത്ത് ആൾജിബ്രായിക് ഫോം ഉണ്ട്. അതിനകത്ത് 10th ടൈം ചോദിക്കാൻ n-ന് വരും 10 കൊടുക്കാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ കണക്ക് ചെയ്താണ്. അപ്പൊ x10 ഈക്വൽ ടു എന്തായി, 3 × 10 + 2 അല്ലേ. ആദ്യം മൾട്ടിപ്ലൈ ചെയ്യണം. 3 × 10 30, 30 + 2 എത്രയാണ് 32. ഓക്കെ, മനസ്സിലായി വിചാരിക്കുന്നു. ഏറ്റവും സിമ്പിൾ ആണ് കേട്ടോ, ഏറ്റവും ബേസ് ആണ്. ഇത് ക്ലിയർ ആയി വിചാരിക്കണേ. ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതിക്കോണം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ടൈം ചോദിച്ചാൽ 1 കൊടുക്കുക, സെക്കൻഡ് ടൈം ചോദിച്ചാൽ 2 കൊടുക്കുക, തേർഡ് ടൈം ചോദിച്ചാൽ 3 കൊടുക്കുക ചെയ്യാം. ഓക്കെ, സാധാരണ ആൾജിബ്രായിക് ഫോം ആണ് സീക്വൻസ്. ഇനി ഇതന്നെ ഇനി തിരിച്ചൊരു ടൈപ്പ് ചോദിക്കും നമുക്ക്. ഞാനിപ്പോ ഒരു ചോദ്യം പറയാ, സം ടു, ഇങ്ങനെ ചോദ്യം ചോദിക്കാം, സം ടു n ടേംസ് ഓഫ് n അരിത്മെറ്റിക് സീക്വൻസ്. എന്താണ് വന്നിട്ടുള്ളത്, സം ടു n ടേംസ് ഓഫ് അരിത്മെറ്റിക് സീക്വൻസ് 3n² + 2n ആണെന്ന് വിചാരിക്കാം. ഒരു സമാന്തരത്തിന്റെ തുകയുടെ ബീജഗണിത രൂപം, തുകയുടെ എന്ന് ചോദിച്ചിട്ടുണ്ടാവും. തുകയുടെ ബീജഗണിത രൂപം 3n² + 2n ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. ഫസ്റ്റ് ടേം ഇടാനായിട്ട് എന്ത് ചെയ്യണം, ഓർത്ത് നോക്കിയേ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. നോക്കി, ഇങ്ങനെ ഒരു ടൈപ്പ് ചോദിക്കുകയാണെങ്കിൽ 3n² + 2n ആണ്. സമ്മിന്റെ ആൾജിബ്രായിക് ഫോം ആണ്. സാധാരണ ആൾജിബ്രായിക് ഫോം അല്ല, സമ്മിന്റെ ആൾജിബ്രായിക് ഫോം ആണ്. അപ്പൊ എന്താ ചെയ്യാ, n-ന് 1 കൊടുക്കണം വിചാരിക്കുക. n-ന് 1 കൊടുത്താൽ എന്താ നമുക്ക് കിട്ടാം, ഫസ്റ്റ് ടൈം കിട്ടും. ഓക്കെ, n-ന് 1 കൊടുത്താൽ ഫസ്റ്റ് ടൈം കിട്ടും. എങ്ങനെ കിട്ടും, 3 × 1² + 2 × 1. ഓക്കെ ആണല്ലോ. അപ്പൊ 3 × 1²,
1 സ്ക്വയർ 1 ആണ്, 3 into 1 3 ആണ്, പ്ലസ് 2 into 1 എന്ന് വെച്ചാൽ 2 ആണ്. കണ്ടാ തെറ്റിക്കരുതിട്ടാ, 5 കിട്ടി. ഓക്കെ, ഫസ്റ്റ് ടൈം കിട്ടിയിട്ടാ, ഫസ്റ്റ് ടൈം കിട്ടി. ഇത് ചോദ്യം നോക്കണം, തുകയുടെ ഡൗട്ടാ, സം ടു എൻ ടേംസ്. തൊട്ടുമുന്നത്തെ ചോദ്യം നോക്കണം, സാധാരണ ആൾജിബ്രായിക് ഫോം ആണിത്, ഇത് സമ്മിന്റെ ആൾജിബ്രായിക് ഫോം ആണ്. ഈ ചോദ്യം നമ്മൾ ഇട്ടതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യാ, 1 കൊടുത്താൽ ഫസ്റ്റ് ടൈം കിട്ടി. ഇനി എന്ത് ചെയ്യാ, എന്നിനി 2 കൊടുത്താൽ when n equal to 2 ആയിട്ടുണ്ടെങ്കിൽ എന്താ നമുക്ക് കിട്ടാൻ നോക്കി, സമ്മാണ് കിട്ടാ. എന്ത് സമ്മ്, ഫസ്റ്റത്തെയും സെക്കൻഡും തമ്മിൽ ആഡ് ചെയ്താണ് കിട്ടാ. ഓക്കെ ആണല്ല, ഒന്നാമത്തെ ടൈം രണ്ടാമത്തെ ടൈം നമ്മൾ ആഡ് ചെയ്ത് ഉത്തരം കിട്ടും. ഓക്കെ, 2 കൊടുത്ത് എന്താ കിട്ടാ നോക്കി, 3 into 2 square plus 2 into 2, 3 into 2 square എത്രയാണ് 4 plus 2 into 2 4. അപ്പോൾ എത്രയാണ് 4 into 3 12 plus 4 എത്രയാണ് കിട്ടാ 16 കിട്ടി. ഓക്കെ ആണല്ല, എന്താണ് കിട്ടിയത്, ഫസ്റ്റും സെക്കൻഡും കൂട്ടിയത് 16 കിട്ടി. ഫസ്റ്റും സെക്കൻഡും കൂട്ടിയതാണ് 16, സെക്കൻഡ് ടൈം അല്ല 16. അപ്പൊ സെക്കൻഡ് ടൈം മാത്രം കിട്ടാൻ എന്ത് ചെയ്യണം, ഒന്നാമത്തെയും രണ്ടാമത്തെയും തമ്മിൽ കൂട്ടിയാൽ 16. ഒന്നാമത്തെ ആൾ 5, രണ്ടാമത്തെ ആൾ എത്രയായിരിക്കും, എന്ത് ചെയ്യണം, 16 5 കുറയ്ക്കണം. ഓക്കെ ആണല്ലോ, സാധാരണ ലോജിക് കണ്ടത്, സാധാരണ ലോജിക്കാണ്. സെക്കൻഡ് ടൈം 11 കിട്ടി. ഇനി എന്താണ് വേണമെങ്കിൽ പറയാ, ഇനി കോമൺ ഡിഫറൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും കുറയ്ക്കാം. ഇപ്പൊ നമ്മുടെ സീക്വൻസ് എങ്ങനെ പോകാൻ നോക്കി, ജസ്റ്റ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഫസ്റ്റ് ടൈം 5, സെക്കൻഡ് ടൈം 11, എടാ 5 ഇത് വെച്ചല്ലേ കൂടി പോണത്. അപ്പൊ എത്രയാണ് കോമൺ ഡിഫറൻസ് എങ്ങനെ കിട്ടും, 11 5 കുറയ്ക്കാം, ഒന്നും കൂടി കുറയ്ക്കാം. അപ്പൊ കോമൺ ഡിഫറൻസ് 6 കിട്ടി. എടാ ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കണേ. ഇതിനകത്ത് കുറച്ചപ്പോ കോമൺ ഡിഫറൻസ്. ഓക്കെ, ഈ ടൈപ്പ് പഠിക്കണം, ഈ ടൈപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് എന്ത് ചെയ്യുക, സമ്മിന്റെ ആൾജിബ്രായിക് ഫോം ആണ്. 1 കൊടുത്ത ഫസ്റ്റില്, 2 കൊടുത്ത സമ്മ്. ഇനി ചിലപ്പോൾ ഈ ചോദ്യത്തിൽ തന്നെ കയറി വരും, ഈ ചോദ്യത്തിൽ തന്നെ ഉണ്ടാവുന്ന ഒരു സംഭവം കൂടി പറഞ്ഞുതരാം. എന്താണ്, ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് ഒക്കെ പറഞ്ഞു ചോദിക്കും. ഇങ്ങനത്തെ ആദ്യം 25 ടൈമിന്റെ സമ്മത്തിലാണ്, 30 ടൈമിന്റെ സമ്മത്തിലാണ് എന്നൊക്കെ ചോദ്യം വരും. അപ്പൊ എന്ത് ചെയ്യും, നമ്മള് സം ഇൻഡിക്കേഷൻ എഴുതണോ, സം ഇൻഡിക്കേഷൻ എഴുതിയിട്ട് ചെയ്യണോ ഇതിന്റെ അടുത്ത് എളുപ്പം അല്ല. എന്താണ്, സമ്മിന്റെ ആൾജിബ്രായിക് ഫോം അല്ലേ നമുക്ക് എന്നിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്താൽ മതി, സമ്മിന്റെ ആൾജിബ്രായിക് ഫോമില് 1 കൊടുത്താൽ മതി, 2 കൊടുത്താൽ 2 സമ്മ. അങ്ങനെയാണെങ്കിൽ 25 കൊടുത്താലോ, 25 ടൈമിന്റെ സമ്മാവും. വേണമെങ്കിൽ ചോദ്യം ഞാൻ എഴുതി കാണിച്ചു തരാം. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 25 ടേംസ്. നോക്കാട്ടാ, 1025 പദങ്ങളുടെ തുക കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1025 പദങ്ങളുടെ തുക കാണുക. അങ്ങനെയാണ് ചോദ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ, 25 കൊടുത്താൽ മതി. എടാ സം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാ, 25 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്തിനു പകരം, എന്നിന് പകരം. അപ്പൊ എന്തായി, 3 into 25 സ്ക്വയർ പ്ലസ് 2 into 25. കണ്ടാ 22 സമ്മാണ് കിട്ടാൻ പോണത്. എന്നിന് n equal to എന്ത് ചെയ്യാ, n equal to 25 കൊടുത്താൽ 25 സമ്മ. എടാ വേണമെങ്കിൽ നമുക്ക് 25 കേട്ടാ, ഓക്കെ. അപ്പൊ ഇത് ചെയ്യാം, ആദ്യം 3 into ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ 625 പ്ലസ് 2 into 25 50. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും, മൾട്ടിപ്ലൈ ചെയ്യാം. ആദ്യം ഇത് കുടിക്കണം, 625 into 3 കുടിക്കുമ്പോൾ 5 into 3 15 5, ബാക്കി 1 3 2 6 7 3 6 18. ഓക്കെ, 1875 പ്ലസ് 50. ഓക്കെ ആണല്ലോ, കിട്ടുമല്ലോ. അപ്പൊ എത്ര കിട്ടി, 1925 കിട്ടും. ഓക്കെ, ഇടയുമ്പോട്ടാ മനസ്സിലായി നോക്കി, സമ്മിന്റെ ആൾജിബ്രായിക് ഫോം വരുന്നത് ഇതുപോലെ. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ 3 ടൈപ്പ് കണക്ക് കുറച്ച് അരിത്തമെറ്റിക് സീക്വൻസ്. ഞാൻ ആകെ ചെറിയ കുറച്ച് ഭാഗങ്ങളെ പറഞ്ഞുള്ളൂ, നിങ്ങൾക്ക് ജയിക്കാൻ ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അത്രയും ചോദ്യങ്ങളൊന്ന് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, ഇത് മാത്രം നിർത്താൻ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടാ. ഇത് കഴിഞ്ഞിട്ട് ബാക്കി ക്വസ്റ്റ്യൻസിലേക്ക് എന്തായാലും പോകണം. ഇത്രയും ക്വസ്റ്റ്യൻസ് എന്തായാലും അറിഞ്ഞിരിക്കണം. പലരും പഠിക്കാതെ നേരെ പരീക്ഷ എഴുതാനുണ്ട്, വേഗം ഒരു എഴുത്തെഴുതി പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് ഇത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. അടുത്ത നമ്മുടെ സർക്കിൾ എന്നുള്ള ചാപ്റ്ററാണ്. സർക്കിൾ എന്നുള്ള 5 കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ സർക്കിൾ എന്നുള്ള ചാപ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ. അപ്പോൾ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ എൻ്റെ തുടക്ക ഭാഗത്ത് ആ 5 കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ടുള്ള ചോദ്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പറഞ്ഞാൽ കുറച്ച് 2 ഇതിനകത്ത് എടുത്തിട്ടുള്ളൂ. ആ ചോദ്യങ്ങൾ നോക്കാം എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇങ്ങനെ ഒരു പടം തരാമെന്ന് വിചാരിക്കാം. ഇങ്ങനെ ഒരു പടം തരുമ്പോൾ തന്നെ ആദ്യം ആലോചിക്കുക, എന്താണ് സെന്ററിൽ ഉണ്ടാക്കണ ആംഗിളിന്റെ പകുതി ആയിരിക്കും. ആ കൺസെപ്റ്റ് അല്ലേ ഇത് വരാം. പിന്നെ സൈക്ലിക് കോഡിലാകും, അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ നോക്കി, ഇങ്ങനെയാണ് പറയുന്നത്, ഒരു കോഡ് ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കണം. ആ ഒരു കോഡ്, ആ കോഡ് സെന്ററിൽ ഒരു ആംഗിൾ ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ പകുതി ആയിരിക്കും ഓൾട്ടർനേറ്റീവ് ആർക്കിൽ. ബാക്കി സോറി, ഒരു ആർക്ക് അതിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ പകുതി ആയിരിക്കും എന്ത്, ഓൾട്ടർനേറ്റീവ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. എടാ ഓക്കെ, കോഡ് എന്ന് പറയുന്നത് ഇങ്ങനെ ഈ ഒരു കോഡ് വരച്ചിട്ടുണ്ടെങ്കിൽ അത് സെന്ററിൽ ഉണ്ടാക്കുന്ന പകുതി മുകളിൽ ഉണ്ടാക്കും. ഓക്കെ, കറക്റ്റ് ആണ്. ആർക്ക് വെച്ച് നോക്കുകയാണെങ്കിലും സെന്ററിൽ ഉണ്ടാക്കുന്ന പകുതി മുകളിൽ ഉണ്ടാക്കും. ഓക്കെ ആണല്ലോ, കിട്ടിയാലോ. പിന്നെ അടുത്ത കൺസെപ്റ്റ് എന്തായിരുന്നു, ഒരു സൈക്ലിക് കോഡിലാണത്. ഓർമ്മ നോക്കി, ചക്രീയ ചതുർഭുജം കേട്ടോ. ചക്രീയ ചതുർഭുജത്തിന്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ കൂട്ടിയാൽ എന്തായിരിക്കും, 180 ആയിരിക്കും. ഓപ്പോസിറ്റുള്ള കൂട്ടിയ 180 ആയിരിക്കും. ഇതൊരു 60 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും,
ഇത് 60 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും 180 മൈനസ് 60 എത്രയാണ് അപ്പോൾ 120 കിട്ടി. ഓക്കെ, ഇരട്ടിയല്ല കേട്ടോ, ഞാൻ പറയാം വേറെ നമ്പർ പറയാം. ഇത് 70 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും 180 70 കുറച്ചത് അപ്പോൾ എത്രയാണ് 110. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് എക്സ് ആണെങ്കിലോ ഇത് എത്രയായിരിക്കും 180 മൈനസ് എക്സ് കേട്ടാ. ഇത് എക്സ് ആണെങ്കിൽ 180 മൈനസ് എക്സ്. ഓക്കെ ആണല്ലോ. ഇതാണ് സൈക്ലിക് കോർഡിനേറ്റും. ഇത് ഈ കൺസെപ്റ്റ് ഒരുമിച്ച് വരുന്ന ഒരു പടമാണിത്. സാധാരണ എല്ലാ പരീക്ഷയിലും ഉണ്ടാവാറുണ്ട്. ഏത് കൊല്ലത്തോളം പരീക്ഷ എടുത്ത് നോക്കിക്കോ അതിനകത്തൊക്കെ ഫസ്റ്റത്തെ 2 മാർക്കിന് വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ നോക്കാം നമുക്ക് ഇതെന്തായിരിക്കും ഇത് 140 വിചാരിക്കാം. മോളിത്തെ ആംഗിൾ എത്രയാണ് സി എന്ന് പറഞ്ഞുള്ള ആംഗിൾ എത്രയാണ് വരാം? സി എന്ന് പറഞ്ഞുള്ള എത്രയായിരിക്കും അടുക്കുണ്ടാക്കുന്നതിന്റെ പകുതി ആയിരിക്കും. എത്രയായിരിക്കും അത് 70 ഡിഗ്രി. ഓക്കെ, കിട്ടിയല്ലേ 70 ഡിഗ്രി കിട്ടി. ഇനി അങ്ങനെയാണെങ്കിൽ കിട്ടി അടിയത്തെ ഡി ഇത് എത്രയായിരിക്കും ആംഗിൾ ഡി എത്രയായിരിക്കും? മുകളിലത്തെ താഴത്തെയും എന്താണ് സൈക്ലിക് കോർഡിനേറ്ററാണ്. നടക്കത്തെ പൊത്തി പിടിച്ചാല് ഇതൊരു സൈക്ലിക് കോർഡിനേറ്റർ അല്ലേ കാണുന്നത്? ഓക്കെ, ഒന്നുകൂടി ഞാൻ വരച്ച് കാണിച്ചാൽ അതേ നോക്കി 4 വെർട്ടെക്സും സർക്കിളും ഉള്ള സൈക്ലിക് കോർഡിനേറ്റർ. ഓപ്പോസിറ്റ് ആംഗിൾ കിട്ടിയ 180. ഇവിടെ 70 പോയി, മറ്റേത് എത്രയായിരിക്കും 180 70 ഓർക്കും. ഓക്കെ, അപ്പോൾ എത്ര കിട്ടി 110. 2 മാർക്ക് കിട്ടി. 2 ആംഗിൾ അടിച്ചാൽ 2 മാർക്ക് കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതേ മോഡൽ തന്നെ വരണ ഒരു ചോദ്യം കൂടി ചെയ്ത് നോക്കാം. ഇതേ മോഡൽ തന്നെ വരുന്ന ഒരു ചോദ്യം കൂടി ചെയ്ത് നോക്കാം. ഞാൻ ഇപ്പൊ ഇതേ ഫിഗർ തന്നെ നോക്കട്ടാ. നമുക്ക് ഇതിനകത്ത് തന്നെ പറഞ്ഞു നോക്കാം. നോക്കിയേ, ഇപ്പോ ഇതിനകത്ത് തന്നെ കുറെ ആംഗിളുകൾ നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ തരും. ഞാൻ പറയാണ് ഇവിടെ ആംഗിൾ തന്നിട്ടില്ല കേട്ടോ. ഇത് ഇവിടത്തെ ആംഗിൾ 40 ഡിഗ്രിയിൽ ഒരു ഫിഗർ വന്നേക്കുന്നത്. ഇവിടുത്തെ ആംഗിൾ 40 ഡിഗ്രി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ആംഗിൾ കണ്ടുപിടിക്കണം, ഈ ആംഗിൾ കണ്ടുപിടിക്കണം, ഇവിടത്തെ ആംഗിൾ കണ്ടുപിടിക്കണം. ഓക്കെ ആണല്ലോ. മനസ്സിലായി വിചാരിക്കുന്നത്. ഇവിടത്തെ തന്നിട്ടുള്ള ആംഗിൾ 40 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ 3 ആംഗിൾ കണ്ടുപിടിക്കുന്നത് ചോദിച്ചിട്ടുണ്ട്. ആംഗിളുടെ പേരൊക്കെ കറക്റ്റ് ആയിട്ട് അടയാളപ്പെടുത്തിയിട്ട് ചെയ്യാനായിട്ട് എന്തായാലും പഠിക്കണം. നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആദ്യം ഇത് 40 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് ഏത് ആംഗിളാണ് 40 ഡിഗ്രി വേറെ വരാൻ എന്നാലോചിച്ച് നോക്കിയത്. നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നത് പടം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റണം. എന്താണ് കഴിഞ്ഞ കൊല്ലം ഈ പടം ചെരിച്ചത് ചോദിച്ചിരുന്നു പടം എക്സാമിന്. ഈ കൊല്ലം ഞാനിപ്പോൾ നേരെ പറയാണ് 40 ഡിഗ്രി. ഇതെന്ത് ചെയ്യും? ഇത് 40 ആണെങ്കിൽ ഇത് ഈ ആംഗിൾ എത്രയായിരിക്കും? ഇത് എത്രയായിരിക്കും 40 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താണ്? ഇത് 40 ഡിഗ്രി ആണെങ്കിൽ ഇത് 40 ഡിഗ്രി എന്ന് പറയാൻ കാരണം എന്താണ്? ഐസോസെൽസ് ട്രയാങ്കിൾ നിങ്ങൾ കാണുന്നുണ്ടോ? നോക്കിയേ ഓ എ ബി നീലോട് വെച്ചിട്ടുള്ളത് ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. എങ്ങനെ മനസ്സിലായി ഐസോസെലസ് ആണെന്ന്? അതിന്റെ ഒ എ റേഡിയസ് ആണ്, ഒ ബി റേഡിയസ് ആണ്. 2 റേഡിയസ് അല്ലേ? അപ്പൊ സൈഡുകളുടെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് 40, ഇതിന്റെ ഓപ്പോസിറ്റ് 40 ആയിരിക്കും. 2 ആംഗിൾ കിട്ടിയില്ലേ? 40 കിട്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ മുകളിൽ ഈ ആംഗിൾ നമുക്ക് കിട്ടും. എത്ര ഡിഗ്രി കിട്ടും? ആകെ 180 അല്ലേ? ഈ നീല കളർ അടിച്ചിട്ട് ട്രയാങ്കിൾ. ഏത് ട്രയാങ്കിൾ ആണെങ്കിലും ടോട്ടൽ ഇന്നർ ആംഗിൾ 180 ആണ് അല്ലേ? അപ്പോ 2 എണ്ണം 80 ഡിഗ്രി പോയി. മൂന്നാമത്തെ എത്രയാണ്? 180. 80 കുറയ്ക്കാം. കൂട്ടിയപ്പോൾ 80, അത് 180 മൈനസ് ചെയ്താൽ എത്രയാണ്? 100 ഡിഗ്രി കിട്ടി. സെന്റർ ആംഗിൾ കിട്ടി 100. അങ്ങനെയാണെങ്കിൽ ടോപ്പിൽ ആംഗിൾ എത്രയായിരിക്കും? അതിന്റെ പകുതി ആയിരിക്കും 50. അങ്ങനെയാണെങ്കിൽ 50 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? അടിയത്തെ എത്രയായിരിക്കും? അടിയത്തെ കൂടി കൂട്ടിയാൽ 180 ആവണ്ടേ? ഈ 50 പോയിട്ടുണ്ടെങ്കിൽ ബാക്കി എത്രയായിരിക്കും? 180 കുറയ്ക്കാം 130. ഓക്കെ, 3 ആംഗിൾ കിട്ടി. ക്ലിയർ ആണല്ലോ? അപ്പോൾ ക്ലിയർ ആയി വിചാരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ആംഗിൾ വരെയാണെങ്കിൽ എഴുതാൻ പറ്റും. മറക്കരുതിട്ടാ. അടുത്തതോ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, ഒരു ചോദ്യം കൂടി തരാം. ഇങ്ങനെയാണെങ്കിലോ ഇത് ഇവിടെ തരും ചിലപ്പോ. ഇതാട്ടാ ദി ആംഗിൾ 20, ഈ ആംഗിൾ 30. ഈ ടൈപ്പും ചോദ്യം ഉണ്ടാവും. ഈ നടുക്കത്തില്ല കേട്ടോ, നടുക്കത്തൊക്കെ കണ്ടുപിടിക്കാം. നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഇവിടുത്തെ മൊത്തം ആംഗിൾ കണ്ടുപിടിക്കണം, നടുക്കത്തെ മൊത്തം ആംഗിൾ കണ്ടുപിടിക്കണം, അടിയത്തെ മൊത്തം ആംഗിൾ കണ്ടുപിടിക്കണം. ഇങ്ങനെയാണെങ്കിലോ ഓർമ്മ വിചാരിക്കുന്നത് ഇത് 30, ഇത് 20. ഓക്കെ, അപ്പോ എന്താ നമ്മൾ ചെയ്യുക? ഫസ്റ്റ് തന്നെ ഞാൻ പറയട്ടെ, ഇങ്ങനെ ഒരു പടം വരുമ്പോൾ ആദ്യം ആലോചിക്കുക ഐസോസെൽസ് ട്രയാങ്കിളോ ഈക്വലാറ്ററലോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. അപ്പൊ ഐസോസെൽസ് കിട്ടുമോ? നമ്മൾ ഇഷ്ടത്തിന് യോജിപ്പിക്കാം, എവിടെയെങ്കിലും വേണമെങ്കിൽ യോജിപ്പിക്കാം. അപ്പൊ എന്ത് ചെയ്യും? ഞാൻ ഇപ്പൊ മോളിക്ക് ഇങ്ങനെ യോജിപ്പിച്ചെന്ന് വിചാരിക്കും. അപ്പോൾ എത്ര ഡിഗ്രിയാണ് വരാം? മോളിത്തെ ആംഗിൾ എത്ര ഡിഗ്രി വരും? ഇത് ഈ ആംഗിളാണ്. ഇത് ഞാൻ ഈ നീലോണ്ട് അടയാളപ്പെടുത്തണം. എത്ര ഡിഗ്രി വരും നോക്കി. ഇതിനകത്ത് ഇദ്ദേഹം സെന്റർ ആണിത്. ഒ എ എന്ന് പറയുന്ന റേഡിയസ് ആണ്, ഒ സി എന്ന് പറയുന്ന റേഡിയസ് ആണ്. ഇത് രണ്ടും സെയിം അല്ലേ? അപ്പൊ 2 റേഡിയസ് ഈക്വൽ ആണ്. ഒരു ട്രയാങ്കിളിലെ 2 സൈഡുകൾ ഈക്വൽ ആണ്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആയിരിക്കും. അപ്പൊ എങ്ങനെ പറയാ? ഈ നീലോണ്ട് വരച്ചതിന്റെ ഓപ്പോസിറ്റ് ആണ് 20. അപ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് എത്രയായിരിക്കും? ഈ കുഞ്ഞാംഗിൾ 20 ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്തേക്ക് വരാം. ഇപ്പുറം നോക്കി സെന്റർ എന്ത്? ഒ ബി റേഡിയസ്, ഒ സി റേഡിയസ്. 2 റേഡിയസ് ആണ്. ഒരു ഓപ്പോസിറ്റ് ആംഗിൾ പറഞ്ഞു നോക്കിയേ. ഇതിന്റെ ഓപ്പോസിറ്റ് 30 ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഇത് എത്രയായിരിക്കും? 30 ആയിരിക്കും. അപ്പൊ മുകളിൽ ടോപ്പിൽ മൊത്തം ആംഗിൾ കിട്ടിയില്ലേ? 20, 30 കിട്ടിയില്ലേ? 30 ആണെങ്കിൽ മുകളിൽ മൊത്തം 50 ഡിഗ്രി. ഓക്കെ, മുകളിൽ 50 ആണെങ്കിൽ സെന്ററിൽ എത്രയാണ്? 100 ഡിഗ്രി. മുകളിൽ 50 ആണെങ്കിൽ അടിയിൽ എത്രയാണ്? അടിയത്തെ ആംഗിൾ എത്രയാണ്? 180. ഓക്കെ, 180. 50 മൈനസ് ചെയ്യേണ്ടത് 100 ഒന്നല്ല, മുകളിലേക്ക് താഴത്തേണ് ബന്ധം. ഓക്കെ, അടുക്കത്തെ മുകളിലത്തേണ് ബന്ധം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? മുകളിൽ നിന്ന് 180 മൈനസ് ചെയ്യുമ്പോൾ 130. ഓക്കെ ആണല്ലോ? 3 ആംഗിൾ കിട്ടി. ഇതൊരു 4 മാർക്ക് ഞങ്ങൾക്ക് ചോദിക്കാറുണ്ട്.
ഈ ടൈപ്പ് എന്തായാലും പഠിച്ചു വെക്കണം. ഈ ചോദ്യം ചെരിച്ചോ മറച്ചോ തിരിച്ചോ എങ്ങനെ വെച്ചാൽ അതിന് ആൻസർ എഴുതിക്കോളണം. ഓക്കെ, അപ്പോൾ നേരെ ചിലപ്പോൾ ചോദിക്കില്ല, ചെരിഞ്ഞിരിക്കും, പടം തിരിഞ്ഞിരിക്കും, എങ്ങനെ വേണം ചോദിച്ചാൽ എഴുതിക്കോളണം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ അടുത്ത ചോദ്യം ഇതാണ്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഇത് 80 ഡിഗ്രി. ഇവിടുത്തെ ആംഗിൾ 80 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇവിടുത്തെ ഒരെണ്ണം 30 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇവിടുത്തെ ആംഗിൾ 45 ഡിഗ്രി തന്നിട്ടുണ്ട്. ഫൈൻഡ് ദി മെഷർ ഓഫ് ആംഗിൾ എ ബി സി. എ ബി സി എന്നുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ, എ ബി സി എന്നുള്ള മൊത്തം ആംഗിൾ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. എ ബി സി എന്നുള്ള മൊത്തം ആംഗിൾ. അപ്പൊ എത്രയാണ് വരാ? മൊത്തം നോക്കി, മൊത്തം 180 അല്ലേ? അപ്പൊ ഇതിനകത്ത് ലീനിയർ പെയർ ഓർമ്മ ഇത്രയും ഭാഗം 80 പോയിട്ടില്ലേ? ബാക്കി എത്ര ഉണ്ടാവും? 180 കുറയ്ക്കാം, ബാക്കി എത്ര ഉണ്ടാവും? ചോദ്യം ആൻസർ കിട്ടിയല്ലേ? സിമ്പിൾ ചോദ്യം ഉണ്ടത്, സിമ്പിൾ ചോദ്യം വരുന്നു. അപ്പൊ എന്ത് ചെയ്യാം? 180 മൈനസ് 80 അപ്പൊ 30 100 കിട്ടി. നോക്കട്ടാ, എ ബി സി എന്നുള്ള ആംഗിളാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എത്രയാണ്? മൊത്തം 180 ആണ്. ഇത്രയും ഭാഗം 80 പോയിട്ടുണ്ട്, ബാക്കിയുള്ള ആംഗിളല്ല നമുക്ക് വേണ്ടത്. ബാക്കി ഞാനിപ്പ ഈ 45 ഡിഗ്രി അല്ലാതെ ഇത് മൊത്തമാണ് നമുക്ക് വേണ്ടത്. മൊത്തം എത്ര ഉണ്ടാവും? 180. ബാക്കി 100 ഡിഗ്രി കിട്ടി. 100 ഡിഗ്രി ചോദ്യത്തിന് ആൻസർ കിട്ടിയല്ലേ? ഫൈൻഡ് ദി മെഷർ ഓഫ് ആംഗിൾ ഡി എ ബി ആൻഡ് ഡി സി. ഡി എ ബി ആൻഡ് ഡി സി ബി. ഈ രണ്ട് ആംഗിൾ കണ്ടുപിടിക്കാം, ഇതും കണ്ടുപിടിക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ചെയ്യുക? ആദ്യം തന്നെ നിങ്ങൾക്ക് കുറച്ച് എളുപ്പമാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പടം വരച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് കുറച്ച് ബേസ് കാര്യങ്ങൾ പഠിക്കാം. ആദ്യം തന്നെ ഞാനിവിടെ നിങ്ങൾ യോജിപ്പിച്ചിട്ടുണ്ട്, ഇവിടെ നിങ്ങൾ യോജിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കില്ലേ ആദ്യം തന്നെ ഞാൻ പറയാം, ഇവിടെ ഒരു 45 ഡിഗ്രി ഉണ്ട്, ഇവിടെ ഒരു 30 ഡിഗ്രി ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ചോദ്യമായിട്ട് ബേസ് ചെയ്ത കാര്യങ്ങളല്ല, ആദ്യം ജസ്റ്റ് ഒരു ട്രയൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. എന്താണ്? ഇവിടെ ഒരു 40 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. 40 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. ഇതിനകത്ത് ഈ ട്രയാങ്കിളിൽ അല്ലെങ്കിൽ ഈ ഒരു പടത്തിൽ വേറെ എവിടെയാണ് നമുക്ക് 40 ഡിഗ്രി കിട്ടാം? നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ പറ്റുമോ? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു 40 ഡിഗ്രി ആംഗിൾ ഞാൻ അവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഈ 40 ഡിഗ്രി തന്നെ കിട്ടണ വേറെ ആംഗിൾ എവിടെയാണ് കിട്ടാം? ആലോചിച്ച് നോക്കി. കിട്ടണ്ട? എന്താ ചെയ്യണ്ടേ? ജസ്റ്റ് ആലോചിച്ച് നോക്കിയേ. ഇവിടെ 40 ഡിഗ്രി ഉണ്ടാക്കുന്ന സ്ഥലം പോവാ. അതായത് എവിടെ നിന്നാണ് ഈ 40 ഡിഗ്രി തുടങ്ങണം നോക്കാം. തുടങ്ങണം എവിടെ നിന്നാണെന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഫസ്റ്റത്തെ ഇവിടെ നിന്നും അതായത് എന്നും ബിന്നും ഉണ്ടാക്കണ ആംഗിളാണ് 40 ഡിഗ്രി. ഓക്കെ ആണല്ലോ. എയും ബിയും അതിന്റെ ഓൾട്ടർനേറ്റീവ് ആർക്കിൽ ഉണ്ടാക്കണ ആംഗിളാണ് 40 ഡിഗ്രി. അപ്പൊ എയും ബിയും എവിടെയെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ 40 തന്നെ കിട്ടൂലേ? അതായത് എന്നും ബിന്നും വേറെ എവിടേക്കെങ്കിലും വരെ പോകണ്ട. നോക്കിയത് എ പോണ്, നോക്കിയേ എന്ന് ഒരു വരെ പോകണ്ട, ദേ പോണ എ എന്ന് പറഞ്ഞാൽ ബി എന്ന് പോകണ്ട. ദേ അപ്പൊ ഇവിടെ ഉണ്ടാക്കണ ആംഗിൾ ഇത് എത്രയായിരിക്കും? 40 ആയിരിക്കും. ഓക്കെ ആണോ? മനസ്സിലായി? നോക്കിയേ, ഒരേ അല്ലെങ്കിൽ ഒരു ആർക്ക് അതിന്റെ ഓൾട്ടർനേറ്റീവ് ആർക്കിൽ ഉണ്ടാക്കണ എല്ലാ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതാണ് കൺസെപ്റ്റ്. രണ്ടാമത്തെ കൺസെപ്റ്റ് ആണ്. ക്ലിയർ ആയിട്ട് പഠിച്ചവർക്ക് വേഗം ആൻസർ കിട്ടും കേട്ടോ. അപ്പൊ നോക്കിയേ, ഈ ആംഗിൾ നോക്കാം, ആംഗിൾ എവിടെ നിന്നാ സ്റ്റാർട്ട് ചെയ്യണേ നോക്കാം. ആ സ്റ്റാർട്ട് ചെയ്യണ പോയി നിന്ന് വേറെ എവിടേക്കെങ്കിലും പോകണ്ടാ നോക്കാം. ഓക്കെ, അത്രേ നോക്കേണ്ട കാര്യമുള്ളൂ. കിട്ടി? എങ്ങനെയാണ് ഞാൻ പറയാം? വേറൊരു ആംഗിൾ, ഈ ആംഗിൾ ഇവിടെ ഒരു 50 ഡിഗ്രി അടയാളപ്പെടുത്തുന്നത്. ഇവിടെ 50 ഡിഗ്രി ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി അടയാളപ്പെടുത്തലാണ്. ഇവിടെ 50 ഡിഗ്രി അടയാളപ്പെടുത്തി. വേറെ എവിടെയാണ് 50 ഡിഗ്രി കിട്ടാന്ന് പറയാൻ പറ്റുമോ? നോക്കി എന്താ ചെയ്യേണ്ടത്? ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഈ ആംഗിൾ സ്റ്റാർട്ട് ചെയ്യണ പോയിന്റ് ഏതാ നോക്കണം. ഈ 50 ഡിഗ്രി എന്നുള്ള ആംഗിൾ എവിടെ നിന്നൊക്കെ തുടങ്ങണേ? ഇവിടെ നിന്ന് സി എന്ന് പറഞ്ഞ പോണ്ട്, ബി എന്ന് പറഞ്ഞ പോണ്ട്. ഓക്കെ ആണല്ലോ. അതായത് ബിയും സിയും ഇവിടെ ഉണ്ടാക്കണ ആംഗിളാണ് 50. ഓക്കെ, കിട്ടി. ബിയും സിയും ഒരു സ്ഥലത്ത് ഉണ്ടാക്കണ ആംഗിളാണ് 50. ബി എന്നൊരു വര പോണ്, സി എന്നൊരു വര പോയി ഉണ്ടാക്കണം. അപ്പൊ ഈ ബിയും സിയും വേറെ എവിടെയെങ്കിലും ആംഗിൾ ഉണ്ടാക്കാൻ നോക്കിയേ. ബി എന്ന് സി എന്ന് വേറെ എവിടേക്കെങ്കിലും പോണ്ടാ? ദേ പോണല്ലേ ഒരെണ്ണം പോണ്ട്, സി എന്ന് ദേ പോണ ഒരെണ്ണം. ഓക്കെ, അപ്പൊ ദേ ഇവിടെ ഉണ്ടാക്കണ ആംഗിൾ എത്രയായിരിക്കും? 50. മനസ്സിലായി? നോക്കി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം കേട്ടോ. ഇത് തല തിരിച്ചും മറച്ചൊക്കെ ചോദിക്കും. എങ്ങനെ ചോദിച്ചാൽ അതിന് ആൻസർ എഴുതിക്കൊള്ളണം. ഒരേ സ്ഥലത്ത് നിന്ന് തുടങ്ങി മുകളിൽ ഉണ്ടാക്കണ ആംഗിളൊക്കെ ഈക്വൽ ആയിരിക്കും. അത്രേ ഉള്ളൂ അതിനെ കാണിച്ചു. ഓക്കെ, അങ്ങനെയാണ് ഞാൻ പറയാം. അടുത്തത് ഒരെണ്ണം കൂടി ഒന്ന് നോക്കിയിട്ട് പോവാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇതൊരു 30 വിചാരിക്കാം. വെറുതെ ആട്ടോ ജസ്റ്റ് പറയണതാണ്. ഇതൊരു 30 വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 30 ഡിഗ്രി വേറെ എവിടെ ഉണ്ടാക്കാം? കിട്ടണ നോക്കിയേ, നല്ല ചോദിക്കേ. ഇത് തലതിരിഞ്ഞിരിക്കുന്ന സ്ഥലത്താണ്. അതായത് ഇത് സ്റ്റാർട്ട് ചെയ്യണ പോയി എന്ന് പറഞ്ഞാൽ ഡിയും സിയും കണ്ടാ, ഡിയും സിയും ഒരു സ്ഥലത്ത് ഉണ്ടാക്കണ ആംഗിളാണ് 30. ഡിയും ഒന്നും സിയും ഒന്നും വേറെ എവിടേക്കെങ്കിലും പോണ്ടാ? നോക്കിയത് ഡിയും ഒന്നൊരു വര പോണ്, സിയും ഒന്നൊരു വര പോകണം. ഇത് ആംഗിൾ എത്രയായിരിക്കും? 30. മനസ്സിലാകാൻ നോക്കിയേ. ഇത്രയേ ഉള്ളൂ ഇതിന്റെ പണി. ഓക്കെ, ഈ പടം വന്നിട്ടുണ്ടെങ്കിൽ ഈ പടം വെച്ചിട്ട് ചെയ്യണം. എന്തായാലും ആൻസർ എഴുതിക്കോളണം കേട്ടാ. പിന്നെ ഞാൻ മൊത്തം നോക്കുമ്പോൾ മൊത്തം ലീനിയർ പെയർ എന്നുള്ളൊരു കൺസെപ്റ്റ് വരും. മൊത്തം 180 ആണ്. അപ്പൊ ആവശ്യമുള്ളത് കുറച്ചാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയട്ടെ. ഇവിടെ 80 കിട്ടിയില്ലേ? ഇവിടുത്തെ ആംഗിൾ നമുക്ക് ഇപ്പൊ 80 കിട്ടി. ഈ ആംഗിൾ എത്രയാണ്? മൊത്തം ചോദ്യം വന്നാൽ എത്രയായിരിക്കും? 180. 80 കുറച്ചാൽ മതി. നടുക്കുള്ള വരകളൊന്നും മൈൻഡ് ചെയ്യണ്ട. പിന്നെ സൈക്കിൾ കോട്ടിലായിട്ട് നോക്കിയാൽ മതി. ഓക്കെ ആണല്ലോ. 80 കിട്ടിയെങ്കിൽ മൊത്തം എത്രയായിരിക്കും? 180 കുറയ്ക്കും. അപ്പൊ എത്രയാണ്?
100. ഓക്കെ, 100 ഡിഗ്രി കിട്ടി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്തോളാം. അപ്പൊ മറ്റേ ക്വസ്റ്റ്യൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്, ഇതാണ് കൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഒരു സെന്റൻസ് തുടങ്ങി ഉണ്ടാക്കുന്ന ആംഗിളൊക്കെ ഈക്വൽ ആയിരിക്കും എടാ. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് 2 angles 30 degree and 70 degree and circum radius 4 cm. അതായത് അതിന്റെ അർത്ഥം എന്താണ്? ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. എന്ത്? 2 ആംഗിളുകൾ 30ഉം 70ഉം വേണം. അതിന്റെ സർക്കും റേഡിയസ് എത്ര വേണം? 4 സെന്റിമീറ്റർ വേണം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് പടം വരാ? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി എങ്ങനെ പടം വരാ. അതിന് ഒരു ട്രയാങ്കിൾ ഉണ്ട്. ട്രയാങ്കിളുടെ സർക്കും എന്ന് പറഞ്ഞാൽ സർക്കിൾ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല അല്ലേ? പരിവൃത്തം ഇവിടെ മലയാളത്തിൽ സർക്കും റേഡിയസ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ സർക്കിളിന്റെ റേഡിയസിനാണ് സർക്കും റേഡിയസ് പറയാം. അതായത് ഇങ്ങനെ വരയ്ക്കുന്ന വട്ടത്തിന്റെ റേഡിയസ് എത്രയായിരിക്കണം? 4 ആയിരിക്കണം. അതിനകത്ത് 2 ആംഗിളുകൾ എത്രയായിരിക്കണം? ഒരെണ്ണം 30 ഡിഗ്രി വേണം, ഒരെണ്ണം 70 ഡിഗ്രി എടാ. ഇങ്ങനെ ചോദ്യം വരാം. ഓക്കെ, ഒരു വേഗം വരച്ചതിനോട് അധികം നേരെ ഒന്നും പിടിക്കരുത്. ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ആദ്യം വരയ്ക്കുക? ആദ്യം ട്രയാങ്കിൾ ആണോ വരയ്ക്കേണ്ടത്? ട്രയാങ്കിൾ ആണോ? ട്രയാങ്കിൾ വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാനുള്ള വല്ല അളവുണ്ടാ? ഇല്ല, ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റില്ല. എന്ത് ചെയ്യണം? ആദ്യം സർക്കിൾ തന്നെ വരയ്ക്കണം. എന്ത് ചെയ്യാ? ഇതിന്റെ ഡബിൾ ആയിരിക്കും സെന്ററിൽ വരാം. മുകളിൽ ഉണ്ടാക്കുന്ന ആംഗിള് 30 അല്ലേ? അപ്പൊ അതിന്റെ ഇരട്ടി എത്രയാണ്? 60 അടുത്തത്. ഇവിടെ 70 ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ ഇരട്ടി എത്രയാണ്? 140 സെന്ററിൽ വരും കേട്ടാ. സെന്റർ ആംഗിൾ എത്രയായിരിക്കും? തന്നിട്ടുള്ള ആംഗിളിന്റെ ഡബിൾ ആയിരിക്കും സെന്റർ ആംഗിൾ. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നിട്ടുള്ള ആംഗിൾ ഡബിൾ എടുത്ത് എഴുതി വെക്കാം. അവിടെ 30ന്റെ ഇരട്ടി 60, 70ന്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ ഡബിൾ എത്രയാണ്? 140. ഓക്കെ, 2 ആംഗിൾ എഴുതി വെച്ചു. എന്ത് ചെയ്യാ? വരച്ചു തുടങ്ങുകയാണ്. 2 ആംഗിൾ ആദ്യം എഴുതി വെക്കാം. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും പറഞ്ഞാ കേട്ടോ. നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത് ഡബിൾ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാ? സർക്കിൾ വരയ്ക്കുക. സർക്കിളില് സെന്ററിൽ നിന്ന് വെറുതെ ഒരു റേഡിയസ് എവിടേക്കെങ്കിലും വരയ്ക്കാം. ഒരു റേഡിയസ് എവിടേക്കെങ്കിലും വരച്ചിടാം. അത് എന്ത് ചെയ്യുക? ഈ 2 ആംഗിളുകളും സെന്ററിൽ അടയാളപ്പെടുത്തേണ്ട 2 ആംഗിളും സെന്ററിൽ അടയാളപ്പെടുത്താം. പ്രൊട്ടക്ടറോട് വെക്കാം. അപ്പൊ ഞാൻ പ്രൊട്ടക്ടർ വെക്കണം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെയാണ് പ്രൊട്ടക്ടർ വെക്കുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് പ്രൊട്ടക്ടർ വെക്കാം. ഓക്കെ ആണല്ലോ? അപ്പൊ ആദ്യം 60 ഡിഗ്രി വേണം. ഈ വര എവിടെയാണോ ഉള്ളത് ആ ഭാഗത്ത് നിന്ന് 0 തുടങ്ങിയാണ് കേട്ടാ. അതായത് ഇപ്പുറം ഒരു 0 തുടങ്ങിയിട്ടുണ്ടാവും, ഇപ്പുറം 0 തുടങ്ങിയിട്ടുണ്ടാവും. നമുക്ക് തെറ്റിയിട്ടുണ്ടെങ്കിൽ 100 ഡിഗ്രി ഒക്കെ അടയാളപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് 80 ഡിഗ്രി ഒക്കെ കിട്ടും. തെറ്റിപ്പോവും. അപ്പൊ അങ്ങനെ അവസ്ഥ ഉണ്ടാവരുത്. എന്ത് ചെയ്യുക? ഇവിടെ തുടങ്ങി എണ്ണ 0, 10, 20, 30, 40, 60 വരുമ്പോൾ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. പ്രൊട്ടക്ട് എടുത്ത് മാറ്റുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യും. 60 ഡിഗ്രി. ഓക്കെ, 60 ഡിഗ്രി കിട്ടിയാല. അടുത്ത് എന്ത് ചെയ്യുക? 140 ഡിഗ്രി മാർക്ക് ചെയ്യുക. 140 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ഇവിടെ നിന്ന് പ്രൊട്ടക്ടർ ഇങ്ങനെ വെക്കുക. അതിൻ്റെ ഒരു 140 ഡിഗ്രി. ഓക്കെ, 140 ഡിഗ്രി മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ പറയാം 140 ഡിഗ്രി മാർക്ക് ചെയ്ത് ഇവിടെ ഒരു 140 കിട്ടി. ഓക്കെ, ഇവിടെ ഒരു 60 കിട്ടി. കിട്ടിയാല. ക്ലിയർ ആണെന്ന് വിചാരിക്കണം കേട്ടോ. ഞാൻ എന്തുകൊണ്ടാ വരാ? ബാക്കി നോക്കി 140 അടയാളപ്പെടുത്തി, 60 അടയാളപ്പെടുത്തി. ഓക്കെ, ഇനി ഇതിൻ്റെ എൻഡുകൾ അറ്റം ഇങ്ങോട്ട് യോജിപ്പിക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് യോജിപ്പിക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് യോജിപ്പിക്കുക. അപ്പോൾ ഈ 60ന്റെ ഓപ്പോസിറ്റ് ഈ ആംഗിൾ ആയിരിക്കും 30 ഡിഗ്രി. 140ന്റെ ഓപ്പോസിറ്റ് ഇതായിരിക്കും 70 ഡിഗ്രി. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കണം കേട്ടോ. ഈ എൻഡുകൾ യോജിപ്പിച്ചാൽ മതി. ആംഗിൾ സെൻട്രൽ അടയാളപ്പെടുത്തി എൻഡുകൾ യോജിപ്പിക്കുക. ഓക്കെ, 3 മാർക്ക് കിട്ടും. ക്ലിയർ ആയിട്ട് പഠിക്കുക. സിമ്പിളാണ്, കളയരുത്. ഓക്കെ, അടുത്ത നോക്കാം. അടുത്ത നോക്കി പറഞ്ഞിട്ടുള്ളത് ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് ലെങ്ത് 5 സെന്റിമീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് 3 സെന്റിമീറ്റർ ആൻഡ് ഡ്രോ എ സ്ക്വയർ ഓഫ് ദി സെയിം ഏരിയ. അതായത് ഒരു റെക്ടാംഗിൾ വെച്ചിട്ട് അതിന്റെ സെയിം ഏരിയ ഒരു സ്ക്വയർ ഉണ്ടാക്കാം. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് നോക്കാം എന്താണ് നോക്കേണ്ടത്. റെക്ടാംഗിൾ വരയ്ക്കാം. റെക്ടാംഗിൾ ഞാൻ പറയാം വരയ്ക്കുന്നത്. കൺസ്ട്രക്ഷൻ നമ്മൾ ഒരു ഓൾറെഡി എടുത്തിട്ടുള്ളതാണ്. ഇത് മറന്നുപോയവർക്ക് വേണ്ടി മാത്രം പറയാണ്. 5 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ ഉള്ള ഒരു റെക്ടാംഗിൾ വരയ്ക്കാം. കറക്റ്റായിട്ട് വരയ്ക്കാം. ഇത് ഫസ്റ്റ് ചെയ്യേണ്ടതാണ് ഇതിന്റെ സെയിം ഏരിയ ഉള്ള സ്ക്വയർ ഉണ്ടാക്കാം അല്ലേ? ആദ്യം എന്ത് ചെയ്യുക? ഈ 3 സെന്റിമീറ്റർ ഫസ്റ്റ് സ്റ്റെപ്പാണ്, മറക്കരുത്. ആദ്യം 3 സെന്റിമീറ്റർ ഞാനിപ്പോൾ എന്ത് ചെയ്ത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഈ 3 സെന്റിമീറ്റർ പ്രൊട്ടക്ട് അല്ല ഇത് കോമ്പസിലെടുത്ത് ഇപ്പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അപ്പം ഇങ്ങോട്ട് നീട്ടി വെച്ചപ്പോൾ എന്തായി? ഇവിടെ നിന്ന് തുടങ്ങിയുള്ളതാണ് 3 സെന്റിമീറ്റർ. ഓക്കെ, കിട്ടി. ഈ 3 എടുത്ത് ഇങ്ങോട്ട് വെച്ചു. ഇവിടെ എത്രയാണുള്ളത് അതുകൊണ്ട് വെച്ചു. എന്ത് ചെയ്യാം? മൊത്തം അടിഭാഗം 8 സെന്റിമീറ്റർ അല്ലേ? അതിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതിന്റെ മൊത്തം പെർപെൻഡിക്കുലർ ബൈസെക്ടർ എങ്ങനെ വരയ്ക്കുക? ഇവിടെ കുത്താ കോമ്പസ് പകുതി കൂടുതലെടുക്കുക, മുകളിൽ കട്ട് ചെയ്യുക, താഴെ കട്ട് ചെയ്യുക, പുറം കുത്താ, തിരിച്ച് കട്ട് ചെയ്യുക, തിരിച്ച് കട്ട് ചെയ്യുക. ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. ഓക്കെ ആണല്ലോ? ആ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കൂട്ടിമുട്ടുന്ന പോയിന്റ് കുത്തിയിട്ട് ഈ അളവും ഇവിടെ തുടങ്ങി ഇവിടം വരെയുള്ള അളവ് കേട്ടോ. അത് ഇവിടെ തുടങ്ങി ഇവിടം വരെയുള്ള അളവ് കോമ്പസിലെടുക്കുക. ഒരു സെമി സർക്കിൾ വരയ്ക്കാം. സെമി സർക്കിൾ വരയ്ക്കുമ്പോൾ ഇത് ഇവിടെ പോയി നോക്കും. ഓക്കെ ആണല്ലോ? സെമി സർക്കിൾ വരച്ചു. എന്ത് ചെയ്യുക? ആദ്യത്തെ ഈ 3 സെന്റിമീറ്റർ എന്നുള്ള നീളത്തിന് അടിയിരിക്ക് നീട്ടാം. അപ്പൊ ഇത് നമ്മുടെ ഈ സർക്കിളിനോട് പോയി മുട്ടിയിട്ടുണ്ടാവും. സെമി സർക്കിൾ ഈ അളവ് ഇപ്പൊ ഈ കിട്ടിയ നീലയില്ലേ, നീല കളറുള്ള ഈ അളവ് കോമ്പസിലെടുക്കുക. ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് കോമ്പസ് ഇങ്ങനെ വെച്ചിട്ട് കളറിനെ കട്ട് ചെയ്യുക. ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യുക. എന്ത് ചെയ്യുക? ഇത് നീട്ടി വരയ്ക്കുക. ഇവിടെ കുത്തിയിട്ട് കോമ്പസ് വെച്ചിട്ട് പിന്നെ ഇപ്പുറം കട്ട് ചെയ്യുക, യോജിപ്പിക്കുക. ഓക്കെ, അപ്പൊ ഈ കിട്ടുന്ന ഇതായിരിക്കും എന്ത്? സ്ക്വയർ കേട്ടാ. ഇതാണ്
സ്ക്വയർ. ഇതിന്റെ ഏരിയ എത്രയായിരിക്കും? 15 ആയിരിക്കും. ഇതിന്റെ ഏരിയ 15 ആണ്. ഈ എ സ്ക്വയറിന്റെ ഏരിയ എത്രയായിരിക്കും? 15 എന്നായിരിക്കും. 15 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഞാൻ ഏറ്റവും ബേസ് ആയിട്ട് പറയുന്നത്. ഇത്രയും ചോദ്യങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. പിന്നെ നിങ്ങൾക്ക് ഇതൊക്കെ ഇതിനകത്ത് ബാക്കി ഈ ടൈപ്പ് പ്രോബബിലിറ്റി എന്നുള്ള ടൈപ്പിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് കുറച്ചുണ്ട്. ഇത് പിന്നെ നമ്മുടെ ബോയുടെയും ഗേളിൻ്റെയും ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രോബബിലിറ്റി എന്നുള്ള ചാപ്റ്ററിൻ്റെ ഒരു ലൈവ് സെക്ഷൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ പോയി നോക്കുകയാണെങ്കിൽ നമ്മുടെ പേജിൽ തന്നെ കാണാൻ പറ്റും. ഓക്കെ ആണല്ലോ? അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് നിർബന്ധമായിട്ട് പഠിച്ചിട്ട് എന്തായാലും നാളെ എക്സാം എഴുതാം. അപ്പോൾ ഇനി വരണ നമ്മുടെ ഓണം എക്സാം ആയാലും മറ്റേ ഏത് മെയിൻ എക്സാം ആയാലും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് നല്ല രീതിയിൽ എക്സാം എഴുതാം. ഓക്കെ, താങ്ക് യു, ബൈ.